മരണത്തിൻ്റെ മണമുള്ള ദുഃഖത്തിൻ്റെ കണ്ണീരിൽ കുതിർന്ന പീഡാനുഭവത്തിൽ നിന്നും മഹത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉയർപ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇത് ലോകത്തിനു വേണ്ടി, മനുഷ്യവംശത്തിനു വേണ്ടി ജീവൻ നൽകിയ രക്ഷകന്റെ രക്ഷാകരാവിഷ്കാരം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്താ ഇത്? യൂതന്മാരുടെ രാജാവായ നസ്രായനെ യേശു രക്ഷപ്പെടാൻ മറ്റൊരുവനോട് നിലവിളിക്കുന്നുവോ? എങ്കിൽ നോക്കട്ടെ ഇവൻ എന്ത് ചെയ്യുമെന്ന്. യൂതന്മാരുടെ രാജാവ് നസ്രായൻ യേശു. എനിക്ക് ദാഹിക്കുന്നു. ആരെങ്കിലും ഒരു നീർപ്പഞ്ഞി എടുത്ത് ചൊറുക്കായിൽ മുക്കി ഒരു ഞാങ്ങട മേൽ വെച്ച് കെട്ടി അവന് കൊടുക്കൂ. വേഗം. എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വലിയ ഒരു വേദന ഭൂമിയെ ഭരിക്കുന്നു. മനുഷ്യരക്ഷകനായി ദൈവപുത്രൻ, നമ്മുടെ രക്ഷകൻ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി വിറയ്ക്കുകയും നിശ്ചലമാവുകയും അപൂർണമാവുകയും ചെയ്തു. തൻ്റെ സ്വപുത്രനെ തൻ്റെ ജനത്തിനു വേണ്ടി രക്ഷകനായി ലോകത്തിലേക്ക് അയച്ചു. അവനെയോ അവർ മാനിച്ചില്ല. തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ പോലും അവിടുത്തെ വെറും 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറായി. എന്റെ ഗുരുവിനെ 30 വെള്ളിക്കാശിന് നശിച്ച നേരത്ത് എനിക്കത് ചെയ്യേണ്ടി വന്നു. അല്ല, ഞാൻ പാപിയാണ്, മഹാപാപി, മഹാപാപി. ഇതിനെല്ലാം പുറമേ അവൻ്റെ കുരിശുമരണം പല രാജാക്കന്മാരുടെയും പിരിമുറുക്കങ്ങൾക്ക് കാരണമായി. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് നിങ്ങളുടെ കാര്യമാണ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. ലോകത്തിൻ്റെ രക്ഷകനായി ഭൂവിൽ അവതരിച്ച ഈശോയെ ജനക്കൂട്ടവും പട്ടാളക്കാരും ചേർന്ന് ചമ്മട്ടിയാൽ അടിച്ച് കുരിശിൽ തറച്ചു. അവന്റെ കുരിശ് പരാജയത്തിന്റെ അടയാളമേ ആയിരുന്നു. പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തിയവന്റെ സിംഹാസനമായിരുന്നു അത്. അവനെ അടിച്ചു തകർത്ത ചാട്ട ചോരച്ചായം പൂശിയതാണ് നമ്മൾ കണ്ടത്. എന്നാൽ അത് അവനെ രാജകീയ പട്ടുടുപ്പിക്കുകയായിരുന്നു എന്ന് ആരറിഞ്ഞു? മുൾമുടിയും മുറിവുകളും ആ രാജകീയ പ്രൗഢിയുടെ അടയാളങ്ങളായിരുന്നു. ചോര പൊടിഞ്ഞു വാനം കാൽവരി മാമലേ, ശോണിത ശോഭയാ
എൻ രാജൻ ക്രൂശതിൽ അമാര തുണിൽ തീർത്തു സിംഹാസനം പ്രിയൻ മുൾമൂടി കിരീടം മോടിയായി ചാർത്തിയോ. അമ്മയും മറ്റു ശിഷ്യന്മാരും ചേർന്ന് ഈശോയുടെ ചേതനയറ്റ ശരീരം അടുത്തുള്ള കല്ലറയിൽ സംസ്കരിച്ചു. സലോമി, വേഗമാവട്ടെ, ഇരുട്ട് മാറുന്നതിന് മുന്നേ നമുക്ക് കല്ലറയിൽ എത്തണം. ഈ സുഗന്ധക്കൂട്ടുകൾ അവൻ അർപ്പിക്കുവാൻ പടയാളികൾ നമ്മെ അനുവദിക്കുമോ? അനുവദിച്ചാൽ തന്നെ ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിന്റെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക? അതെ, ഈ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തിരുന്നത് അതിരാവിലെ തന്നെ അവന്റെ അടുത്ത് എത്താനായിരുന്നില്ലേ? സ്ത്രീയെ, എന്തിനാണോ നീ കരയുന്നത്? എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. വേഗം പോയി അവന്റെ ശിഷ്യന്മാരെ അറിയിക്കുവിൻ. മറിയം മഗ്ദലന അവന്റെ കല്ലറയിൽ കാവലിരിക്കുകയാണ്. അവൾ എന്തിനാണ് കരയുന്നത്? അവൾ ആരെയാണ് തിരയുന്നത്? സങ്കടരാത്രികൾക്ക് അവസാനമേകി പ്രതീക്ഷയുടെ പൊൻപുലരി കാണാൻ നാമും അതിനുത്തരം കണ്ടെത്തണം. സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. മറിയം. പ്രഭുനി, നിങ്ങൾക്ക് സമാധാനം. പിതാവെന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു.